നാളെ ഉച്ചയ്ക്ക് 1:08 ഒരു ട്രെയിലർ പറഞ്ഞിട്ടുണ്ട് എമ്പുരാൻ്റെ. ശരിയായി കൊടുക്കാം. എടാ ഈ സിനിമയ്ക്ക് എന്തൊക്കെ ഈ 4 മിനിറ്റ് കൊണ്ടുമാർക്ക് എന്തൊക്കെ മാജിക് കാണിച്ചാൽ ശരി. ഈ സിനിമയ്ക്ക് ഞാൻ ഉറപ്പായിട്ട് ഈ ട്രെയിലറിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് ഞാൻ ഈ സിനിമയെ പൊട്ടിക്കും. ഉറപ്പാണ്. സിനിമ വരെ ട്രെയിലർ വരട്ടെ. എടാ നീ എന്താ കണ്ടതെന്ന് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എമ്പുരാൻ്റെ ട്രെയിലറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1:08 വെളി വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് അർദ്ധരാത്രി തന്നെ സിനിമയുടെ ട്രെയിലർ ലീക്കായി. ഈ ട്രെയിലറിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ലാഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിനെ നെഗറ്റീവായിട്ട് പറയണമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നമ്മച്ചി, ഇന്ത്യൻ സിനിമയിൽ ഞാൻ ഇതുപോലെ ഒരു ട്രെയിലർ എടുത്തില്ല. ഉള്ളത് പറയാമല്ല. എടാ ഈ സിനിമ 4.5 മിനിറ്റുള്ള ഒരു ട്രെയിലർ, അല്ലെങ്കിൽ 4 മിനിറ്റ് 3 മിനിറ്റും 51 സെക്കൻഡ് 4 മിനിറ്റുള്ള ഒരു ട്രെയിലർ ഇത്രയും മികച്ചതായിട്ട് ഒരു ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ ഒരു ഷുവർ ഷോട്ട് ഇൻഡസ്ട്രി ഹിറ്റിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാവും. ഇനി ഈ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി ഇനി ഈ ടീം തന്നെ ചിലവ് വരേണ്ടി വരും. അല്ല യൂട്യൂബ് പൊന്നി മേക്കിംഗ് എന്ന് വെച്ചാൽ അന്യായ മേക്കിംഗ്, സ്ക്രീൻ പ്രസൻസ്, ലാലേട്ടന് കോട്ടിട്ട് മാസ് കാണിക്കാൻ പറ്റൂലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് പൊന്നോ എന്തോന്ന് മാസമേ. ട്രെയിലറിൽ ഇതാണെങ്കിൽ സിനിമയിൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കൂ. ഈ 3 മിനിറ്റ് 51 സെക്കൻഡിനകത്ത് 1 സെക്കൻഡ് ഒരു ലാഗില്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് നോക്കി, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടോ, അല്ലെങ്കിൽ ആനിമേഷനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, VFXനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്നപ്പോൾ എൻ്റെ പൊന്നെ പൃഥ്വിരാജ് എല്ലായിടത്തും കയറി സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിലർ എനിക്ക് സൈഡിലിടണമെന്ന്. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ ഒരു പ്രതീക്ഷിക്കേണ്ട, ഈ സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് ലീവ് എടുത്തിട്ട് രാവിലെ 6 മണിക്കുള്ള, അല്ലെങ്കിൽ 6 മണിക്കുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. 6 മണിക്ക് തന്നെ ഈ സിനിമ കാണണം. ഒത്തുറ കിട്ടുന്ന ട്രെയിലർ ഈ സിനിമയുടെ ട്രെയിലർ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ സിനിമ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഹിറ്റായിരിക്കും. അത്ര കിട്ടില്ല ബ്രോ. അയ്യോ ലാലേട്ടൻ്റെ ഇതിനു മുമ്പ് ഇത്രയും മാസമായിട്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ റോൾ ഇതിനകത്ത് ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ വഴി മിക്കവാറും ഈ സിനിമയുടെ വില്ലനെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇതിനകത്ത് പറയുന്നുണ്ട് ദൈവപുത്രൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെകുത്താനല്ലേ വിളിക്കേണ്ടതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം ദൈവപുത്രൻ എന്ന് പറയുമ്പോഴത്തേക്കും ദൈവം എന്ന് പറഞ്ഞാൽ PK രാമദാസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവപുത്രനാകുമ്പോൾ ടോവിനോ ആയിരിക്കും. അപ്പോൾ ടോവിനോ വില്ല എൻ്റെ പൊന്നെ. അപ്പോൾ ഈ സിനിമ എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സിനിമ ഉറപ്പായി ഇൻഡസ്ട്രി ഹിറ്റിന് മുകളിൽ എന്തെങ്കിലും ഉണ്ട്. നിങ്ങൾ ഞാൻ ഒരു അഭിനയിച്ച് പറയണല്ലോ ഈ സിനിമ എൻ്റെ പൊന്നെ. നിങ്ങൾ കണ്ടല്ലോ, ട്രെയിലർ കണ്ടല്ലോ. ട്രെയിലർ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ട് ആരെങ്കിലും ട്രെയിലറിൽ? ഒരാളെങ്കിലും ട്രെയിലറിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് അവൻ ട്രെയിലർ കാണാതെ, അല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം മനസ്സിലിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ആർക്കും പറയാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെ ഈ കുറ്റം പറയണമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു ട്രെയിലറാണ് സിനിമ. അതുപോലെ തന്നെ സിനിമയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി നമ്മളെ ഈ 300-ലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഉറപ്പായും തിയേറ്ററിൽ മിക്കവാറും ലാഭം കിട്ടാനുള്ള സിനിമയാണ്. കാരണം ഇത് ഇവിടെ മാത്രം നിൽക്കുന്ന സിനിമയല്ല, അത്രയ്ക്ക് മികച്ച സിനിമ. ഇത് ബോളിവുഡിലും അവരൊക്കെ കണ്ടുപിടിക്കേണ്ട സിനിമയാണ്. KGF ഒന്നുമല്ല. ട്രെയിലറൊക്കെ ട്രെയിലറുകൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോലെ ആ 4 മിനിറ്റ് ഒരു സിനിമ പോലെയാണ് എനിക്ക് അത്ര ഒരു സിനിമ കണ്ടൊരു എഫക്റ്റ്, ഒരു നല്ല കിടില സിനിമ കണ്ട എഫക്റ്റ് ആ 4 മിനിറ്റ്. കുറ്റം പറയാൻ ഒരു തരിയില്ല. അത്ര രീതിയിൽ കിട്ടിലോക്കി ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ട്രെയിലർ, ഇങ്ങനത്തെ പടങ്ങളും ലാലേട്ടൻ ചെയ്താൽ ഹേറ്റേഴ്സിന് പോലും ഇത് പറയാൻ പറ്റില്ല, ഒരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ഇതുപോലത്തെ പടം വേണം ലാലേട്ടൻ ചെയ്യാൻ. അല്ലാതെ മറ്റേ മോൺസ്റ്റർ, യെലോണ്, മറ്റേത് മറിച്ചെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയും. അതിന് മമ്മൂട്ടി ഫാൻസ് എന്നൊന്നും പറയണ്ട, എല്ലാവരും കുറ്റം പറയും. ഇതുപോലത്തെ സിനിമ ഇറക്കിയ മമ്മൂട്ടി ഫാൻസ് അല്ല, ഈ ലോകത്തിലുള്ള ആരും ഈ ഇതേപോലത്തെ സിനിമയെ കുറ്റം പറയൂല. അപ്പോൾ നിങ്ങൾ മോഹൻലാൽ ഫാൻസ് എതിർത്തിട്ടൊന്നും കാര്യമില്ല. ഇതുപോലുള്ള ട്രെയിലർ വന്നു കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടി ഫാനും അല്ലെങ്കിൽ ആരും ഒരു ഹേറ്റേഴ്സും ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയൂല. ഈ ട്രെയിലറിനെ കുറിച്ച് ഇതാണ് ട്രെയിലർ. അപ്പോൾ ഓക്കെ.